ചിറ്റൂർ തെക്കേ ഗ്രാമത്തിലെ പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുന്നതിനെതിരെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടാൻ അനുവദിക്കില്ല. അതാണ് നമ്മുടെ മേൽവിലാസം. പ്രതിഷേധം. കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സമരക്കാർ പറഞ്ഞു. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ ഫിക്സഡ് ഡെപ്പോസിറ്റുള്ള പോസ്റ്റ് ഓഫീസാണിത്. പാലക്കാട് ചിറ്റൂർ തെക്കേ ഗ്രാമം പോസ്റ്റ് ഓഫീസ് 678103 നമ്പറുള്ള പോസ്റ്റ് ഓഫീസ് ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ കണ്ടും പ്രവർത്തിച്ചും നടന്ന ഒരു പോസ്റ്റ് ഓഫീസാണ്. എല്ലാതര പ്രവർത്തനങ്ങളും ഇവിടെ യാതൊരു മുടക്കവും കൂടാതെ കളവുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് കാരണവശാലാണ് ഇത് പൂട്ടുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് അറിവില്ല. നമ്മുടെ ഈ പോസ്റ്റ് ഓഫീസിൽ ധാരാളം പാവപ്പെട്ടവരുടെ RD കൽഷനും മറ്റ് സ്കൂളിലെ സഞ്ചയിയും മറ്റെല്ലാം നടന്ന് നല്ല സാമ്പത്തിക ഇടപാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതുവരെ ഒരു പ്രശ്നവുമില്ല. അവാർഡുകളൊക്കെ ദേശീയ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തന്നെ പാലക്കാട് കലക്ടർ ജിജി തോമസ് നടപ്പിലാക്കിയ ഇന്ദിരവികാസ് പത്രം, അത് നമ്മുടെ ഈ ഭാഗത്തിലെ സ്കൂളുകളിലെ കുട്ടികളുടെ കലക്ഷൻ നടത്തി അതിൻ്റെ പേരിൽ അതിൻ്റെ 75% എമൗണ്ട് നമ്മൾക്ക് റോഡുകൾ നിർമ്മിക്കാനും മറ്റും പ്രാദേശികമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള അതിൽ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് ബേസിലാണ് ഇങ്ങനെ പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കുന്നത്, എന്ത് സാങ്കേതിക തടസ്സം എന്നുള്ളത് അറിയുന്നില്ല. ചിറ്റൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. ശശികുമാർ, കൗൺസിലർമാരായ N. അനിത, സുനിത അറുമുഖൻ എന്നിവരാണ് ധർണയ്ക്ക് നേതൃത്വം നൽകിയത്. നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതൻ സമരവേദിയിലെത്തി. ഇവിടെ ഏറ്റവും അധികം സേവിങ്സ് ഡെപ്പോസിറ്റും ഫിക്സഡ് ഡെപ്പോസിറ്റും എല്ലാം ഉള്ള ഒരു പോസ്റ്റ് ഓഫീസാണ് തെക്കേ ഗ്രാമം പോസ്റ്റ് ഓഫീസ്. ഏറ്റവും അധികം സീനിയർ സിറ്റിസന്മാർ ഈ പോസ്റ്റ് ഓഫീസിനെ ആശ്രയിച്ചാണ് ഇവിടെ അവരുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത്. വളരെയധികം പെൻഷൻ ഈ പോസ്റ്റ് ഓഫീസ് മുഖാന്തരമാണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പോസ്റ്റ് ഓഫീസ് കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളിലൂടെ അത് അടച്ചുപൂട്ടാനുള്ള തീരുമാനം അത് പിൻവലിക്കേണ്ടതാണ്. ചിറ്റൂർ തത്തമൽ നഗരസഭ ഐക്യകണ്ഠേന ഈ പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടരുതെന്ന് ആവശ്യപ്പെട്ട ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു. അത് പോസ്റ്റൽ അധികൃതരെ അറിയിച്ചതാണ്. പക്ഷേ സർക്കാരിൻ്റെ എല്ലാം കണ്ടുകൊണ്ട് പോസ്റ്റ് ഓഫീസും BSNL പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടുന്ന നയത്തിൻ്റെ ഭാഗമായി ഈ തെക്കേ ഗ്രാമം പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുന്നതിനെതിരെയാണ് ഇവിടെ 3 കൗൺസിലർമാർ, ഈ വാർഡിനകത്ത് താമസമുള്ള ശശികുമാർ മാഷ്, അനിത, സുനിത എന്നീ 3 കൗൺസിലർമാർ ഇന്ന് ഇവിടെ നിരാഹാര സമരത്തിലാണ്. അവർക്ക് പിന്തുണയുമായിട്ടാണ് ഇവിടെ ആളുകൾ, ഈ പോസ്റ്റ് ഓഫീസ് പരിസരത്തുള്ള ആളുകൾ കൂടിയിരിക്കുന്നത്. ഈ പോസ്റ്റ് ഓഫീസ് ഇവിടുന്ന് പൂട്ടി പോകാതെ ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ട നടപടികൾ ഏതറ്റം വരെ നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് തന്നെ പോകും. രാവിലെ 9 മണിക്ക് ആരംഭിച്ച സമരത്തിൽ നിരവധി പ്രവർത്തകരും പങ്കെടുത്തു. ജനകീയ സമിതി എന്ന പേരിലാണ് സമരം നടത്തിയത്. നമസ്കാരം, ഞങ്ങൾ തെക്കേ ഗ്രാമം UP സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഞങ്ങളിത് കുറച്ചു കാലമായി കാണുന്ന ഒരു പോസ്റ്റ് ഓഫീസാണ്. വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസാണ്. ഇത് അടച്ചുപൂട്ടുന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ ഇതിന് അർഹരായ അധികാരികളോട് കത്ത് സമർപ്പിക്കാൻ ഇവിടെ വന്നതാണ്. താങ്ക് യു. അസിസ്റ്റന്റ് പോസ്റ്റ് ഓഫീസർമാരായ TV മാതുലി, ഡിജോ എന്നിവർ പോസ്റ്റ് ഓഫീസിലെത്തിയിരുന്നു. ജീവനക്കാർ അകത്ത് പ്രവേശിച്ചെങ്കിലും സമരം തുടരുന്നു. ഈ പോസ്റ്റ് ഓഫീസ് ഇന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മളോട് തടഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഈ ആളുകൾ ഉള്ളിൽ കയറാൻ കഴിയില്ല എന്ന് ഞങ്ങൾ ഇന്ന് പോസ്റ്റ് ഓഫീസിലെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നിർത്തിയിട്ടില്ല. പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് പൂട്ടാൻ വരുന്ന ആളുകളെ മാത്രമേ ഞങ്ങൾ കയറ്റാത്തുള്ളൂ. പക്ഷേ ഞങ്ങൾക്കറിയാം ഇത് ഇപ്പോൾ സംവിധാനമെല്ലാം പുതിയ
രീതിയിലാണ് അവർക്ക് അവിടെ ഇരുന്ന് തന്നെ ഈ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാനും പൂട്ടാനും സംവിധാനങ്ങളെല്ലാം ചെയ്യാമെന്ന് വളരെ കൃത്യമായ ധാരണ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഈ സമരം നാളെ മറ്റുള്ള പോസ്റ്റ് ഓഫീസുകൾ മറ്റുള്ള കേന്ദ്ര സർക്കാർ ഓഫീസുകൾ പൂട്ടാനുള്ള നീക്കത്തിൽ നിന്ന് പിൻവലിക്കാൻ അവരെ ഇതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ കുറേ ആളുകൾ ഇവിടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നും കൂടി ഓർപ്പിക്കാനുള്ള സമരം കൂടി തന്നെയാണ് ഇത് എന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. UTV ന്യൂസ് പാലക്കാട്.